ലിനറ്റ്, ഈ തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അത്തരം പ്രാഥമികമായ വിലയിരുത്തലുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ ഇപ്പോൾ? ലക്ഷ്മി പത്മ, ഷോർട്ട് സർക്യൂട്ട് ആകാം ഈ പ്രഥമ, അതായത് ഈ ഒരു തീപിടുത്തത്തിന് ഉണ്ടാകുന്ന കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പക്ഷെ ഇതിലൊന്നും കൃത്യത ഇതുവരെ വന്നിട്ടില്ല. കാരണം തീ ഇതുവരെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാം, ആദ്യത്തെ മുകൾ ഭാഗത്തെ നില പൂർണ്ണമായും കത്തി നശിച്ച നിലയിൽ തന്നെയാണ് ഇപ്പോഴും അവിടെ ഈ തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരും പല സൈഡിൽ നിന്നുമായിട്ടുള്ള ആളുകൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത് ഈ ഇത്തരത്തിൽ തീ അണയ്ക്കാനുള്ള ഈ ഒരു ശ്രമത്തെ പോലും ബാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇങ്ങോട്ട് ആളുകൾ എത്തിച്ചേരരുത് എന്ന നിർദ്ദേശം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് ബസ് സ്റ്റാൻഡിന് തൊട്ട് അടുത്ത് തന്നെയാണ്. ഉടൻ തന്നെ അവിടെയുള്ള ബസ്സുകളും അതോടൊപ്പം ആളുകളെയും ഒക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. എന്നിരുന്നാലും ആളുകൾ ഈ വിവരം അറിഞ്ഞുകൊണ്ട് ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത് വളരെയേറെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരരുതും എന്നാണ് അറിയിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു സ്ഥലത്ത് റോഡിൽ പ്രത്യേകമായ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ റോഡിൽ കൂടെ വാഹനങ്ങൾ കടന്നു പോകരുത് എന്ന അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു ഒന്നാമത്തെ നിലയിൽ ആദ്യത്തെ ഈ ഒരു മുകൾ ഭാഗത്തെ നിലയിലായിരുന്നു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അവിടെ ഈ ഒരു ടെക്സ്റ്റൈലിലെ ഗോഡൌൺ ആണ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആ ഒരു ഗോഡൌൺ പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്നും വീണ്ടും തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിലേക്കും തീ പടരുന്നോ എന്നൊരു സംശയത്തിലാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത്. വളരെയേറെ ശ്രമകരമായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ അഗ്നിശമന സേനകൾ പോലും പ്രവർത്തിക്കുന്നത്. കാരണം തൊട്ടടുത്തുള്ള അഗ്നിശമന സേനാ സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ, കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ തന്നെ വന്നിട്ടും ഇതുവരെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ആണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ഇവിടെ അടുത്തുള്ള നമ്മളുടെ വിമാനത്താവളത്തിൽ നിന്ന് അടക്കമുള്ള ഫയർ എഞ്ചിൻ അടക്കം ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും അതോടൊപ്പം തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുകയാണ്. പ്രദേശത്ത് വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ്, കോഴിക്കോട് മിഠായി തെരുവിലൊക്കെ തന്നെ തീപിടിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കോഴിക്കോട് കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ഒരു തീപിടുത്തമായിട്ടാണ് ഇതിനെ കണക്കാക്കാൻ സാധിക്കുക. പ്രത്യേകിച്ച് കോഴിക്കോട് നഗരത്തിന്റെ ഒത്ത നടുക്കായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ സ്ഥലത്ത് 2 മണിക്കൂറായി ഇതേപോലെ തീ പടരുന്ന കാര്യം നമ്മൾ കാണുന്നു. പ്രത്യേകിച്ച് ചുറ്റുപാടും ആകെ പുക നിറഞ്ഞിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് കാണാൻ സാധിക്കും. ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. കാരണം നിറയെ ഈ പുകയൊക്കെ പൊന്തുന്ന ഒരു സാഹചര്യമാണ്. അത് ഏറെ ഈ ഒരു തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമത്തെ പോലും ബുദ്ധിമുട്ടിലാഴ്ത്തുന്ന ഒരു സംഭവം കൂടിയാണ്. കാരണം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് വരെ യൂണിറ്റുകൾ എത്തിച്ചുകൊണ്ടുള്ള തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥലത്ത് ഇപ്പോൾ കളക്ടർ അടക്കമുള്ള വേണ്ടപ്പെട്ട അധികാരികൾ എത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ വീണ്ടും ആളുകൾ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് കളക്ടറും IG-യും ഒക്കെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഒരു കാര്യം വിലയിരുത്തേണ്ട സാഹചര്യം വളരെയേറെ കൂടുതലാണ്. പ്രത്യേകിച്ച് നഗരത്തിന്റെ ഒത്ത നടുക്കാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, വ്യാപാരികളുടെ ആശങ്ക കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തൊട്ടടുത്തും ഒരുപാട് കടകൾ പ്രവർത്തിക്കുന്നതാണ്. എന്നിരുന്നാലും ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ആളപായം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എല്ലാവരെയും ഉടൻ തന്നെ ഒഴിപ്പിക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പ്രദേശത്ത് കനത്ത ജാഗ്രതയാണ് എല്ലാവരും നൽകുന്നത്. തുണിക്കടയ്ക്ക് ഉള്ളിൽ ഇപ്പോഴും തീ കത്തുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത്, ആ ഒരു ഭാഗത്തു നിന്നും പൊട്ടിത്തെറിക്കുന്ന ശബ്ദങ്ങൾ ഉൾപ്പെടെ കേൾക്കുന്നുണ്ട് എന്നാണ് ആളുകളുടെ ഭാഗത്തു നിന്നും പറയുന്നത്. ലക്ഷ്മി, ശരി ലിനറ്റ്.